ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ ബ്രെഡ് അധികം വന്നാൽ കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കട്ട്ലെറ്റ്സോ മറ്റു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിനായി ഇതിൻ്റെ 4 സൈഡും നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ 4 സൈഡും കട്ട് ചെയ്യാതിരുന്നാൽ അത് നമുക്ക് വറുത്തെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അതിനൊരു നിറവ്യത്യാസം ഉണ്ടാകും, കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ സൈഡങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് ചെറിയ പീസസായി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസസായി കട്ട് ചെയ്യുന്നത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുക്കണം. ഇത് ഞാൻ 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നല്ലതുപോലെ പൊടിയണം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പീസസൊക്കെ വറുത്തെടുക്കുമ്പോൾ അതിൽ മൂക്കാതെ കിടക്കും. ഇവിടെ ഞാൻ എല്ലാം നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചു കൊടുക്കാം നമുക്കിതിൽ. ഇനി നമുക്കൊരു പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ടിരുന്നാൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ആയതിനാൽ ഇത് ചെറിയ ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിൽ ഇട്ട് മൂപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ബ്രെഡൊക്കെ വെറുതെ ബാക്കി വീട്ടിലിരുന്നാൽ അത് കളയുന്നതിന് പകരം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കട്ട്ലെറ്റ്സൊക്കെ ആവശ്യമായി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ചിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം പാനിൻ്റെ ചൂട് കൊണ്ടൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈർപ്പമില്ലാത്ത ഒരു കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.